ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ ബിഷപ്പ് കെ.പി. യോഹന്നാൻ അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അപകടത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളതാകാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപകടത്തിന് ഇരയാക്കിയ കാർ ഡ്രൈവറെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുകയാണെന്നും ഇപ്പോൾ വിവരങ്ങളൊന്നും പുറത്തുവിടാനാകില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. അമേരിക്കയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഇയാളെ സഭയുടെ ക്യാമ്പസിന് മുന്നിൽ വെച്ചുള്ള റോഡിൽ വാഹനമിടിക്കുകയായിരുന്നു. അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. സാധാരണ സഭയുടെ ക്യാമ്പസിലാണ് പ്രഭാത സവാരി നടത്തുന്നത്. ഇതിന് വിപരീതമായി പുറത്തെ റോഡിലിറങ്ങിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. 4 ദിവസം മുമ്പ് അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത്. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ഇവിടം. അതുകൊണ്ട് വാഹന സഞ്ചാരവും വളരെ കുറച്ച് മാത്രമാണ്. വീതി കുറഞ്ഞ റോഡാണെങ്കിലും വലിയ വാഹനം കടന്നു പോകുമ്പോഴും ഒരാൾക്ക് ഇതുവഴി സഞ്ചരിക്കാനാവും. പിന്നെ എങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന പോലീസിന്റെ സംശയത്തെ തുടർന്നാണ് ഡ്രൈവറിന്റെ അറസ്റ്റ് നടക്കുന്നത്. സുവിശേഷ പ്രചാരണത്തിലൂടെ വിദേശത്തിൽ നിന്നും കോടികൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ സഭ ആരംഭിക്കുകയും ചെയ്തു. ലോകമെമ്പാടും ഭദ്രാസനങ്ങൾ തുടങ്ങി. സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഭദ്രാസനത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു. ഭദ്രാസനാധിപന്മാർക്ക് അതിൻ്റെ നടത്തിപ്പ് ചുമതലകൾ കൈമാറുക മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 1000 കണക്കിന് ഏക്കറാണ് സഭയുടെ പേരിൽ വാങ്ങിക്കൂട്ടിയത്. മെഡിക്കൽ കോളേജുകളും സ്കൂളുകളും കോളേജുകളും വിവിധ സ്ഥാപനങ്ങളും ഒക്കെയായി കോടികളുടെ സ്വത്തിന് ഉടമയായിരുന്നു കെ.പി. യോഹന്നാൻ. ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അപായപ്പെടുത്തിയേക്കാം എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബിഷപ്പ് കെ.പി. യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തേക്ക് വന്നത്. ഇന്ത്യയിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പാക്കിയാൽ പിടിക്കപ്പെടുമെന്നും അതിനാൽ അമേരിക്കയിൽ വെച്ച് അത് നടപ്പാക്കാൻ ഈ കൂട്ടർ അവസരം കാത്ത് ഇരിക്കുകയാണെന്നും സൂചനകൾ വന്നിരുന്നു. ശബരിമല വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച യോഹന്നാൻ പെട്ടെന്നാണ് കാലുമാറിയത്. എരുമേലിയിലെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. കെ.പി. യോഹന്നാനെതിരെ ഉയർന്നു വന്ന ED കേസ് ഒതുക്കുന്നതിൻ്റെ ഭാഗമായാണ് BJPക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ തോമസ് മാർ അഥാനേസിയോസിന് സംഭവിച്ച സമാനമായ അനുഭവങ്ങളാണ് കെ.പി. യോഹന്നാന് സംഭവിച്ചത് എന്ന് പറയുന്നവരുമുണ്ട്. സ്വകാര്യ ട്രസ്റ്റുകൾ അടക്കം സ്ഥാപിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ ആരംഭിച്ച് 500 കോടിയിലധികം ആസ്തി ഉണ്ടായിരുന്നു. അഥാനേസിയോസ് ഗുജറാത്തിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ എറണാകുളം പുല്ലേപ്പടിയിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ് കൊല്ലപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കലിൻ്റെ ഭാഗമായാണ് എന്ന പരാതിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. തിരുവല്ലയ്ക്ക് അടുത്ത് നീരാണത്ത് 1950 കെ.പി. യോഹന്നാൻ ജനിച്ചത്. കബലരിൽ പൊന്നൂസ് യോഹന്നാൻ എന്നാണ് മുഴുവൻ പേര്. കുടുംബവും മാർത്തോമ വിശ്വാസികളായിരുന്നു. കുട്ടിക്കാലത്ത് കുടുംബ തൊഴിലായിരുന്ന താറാവ് കൃഷി നടത്തി കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞതാണ് ജീവിതം മാറ്റിമറിച്ചത്. ഓപ്പറേഷൻ മൊബൈലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ 16-ാം വയസ്സിൽ അംഗത്വം എടുത്തു. W.A. ക്രിസ്വെൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെടുകയും ആ സൗഹൃദം ജീവിതത്തെ അപ്പടെ മാറ്റുകയും ചെയ്തു. പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിൽ പോയ യോഹന്നാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത്. സംഘടന പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസെല്ലയെ ജീവിത പങ്കാളിയാക്കി. 1978 ഭാര്യയുമായി ചേർന്ന് ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സസിൽ
തുടക്കമിട്ടു. 1983 സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു. ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ അനുയായികളെ കൂട്ടി പിന്നീട് ഞൊടിയിടയിലുള്ള വളർച്ചയുടെ കാലമായിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തുടക്കം കുറിച്ച യോഹന്നാന് അനുയായികളും ആസ്തികളും ഒരുപോലെ കൂടി. 2003 ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി. സഭയുടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി യോഹന്നാൻ മാറുകയും ചെയ്തു. KP യോഹന്നാൻ എന്ന പേര് ഉപേക്ഷിച്ച് മാർ അഥാനേസിയസ് യോഹാൻ മെത്രാപ്പൊലീത്ത പ്രധാനമായി. ഇതോടെ മെത്രാഭിഷേകം വ്യാജമാണെന്ന് ആരോപിച്ച് മറ്റ് സഭകൾ രംഗത്തെത്തി. മെത്രാഭിഷേകങ്ങൾ നടത്തിയ CSI സഭ മോഡറേറ്റർ ബിഷപ്പ് KJ സാമുവലിൻ്റെ രാജിയിലേക്കാണ് തുടർന്നുള്ള വിവാദങ്ങൾ നയിച്ചത്. ഈ കോലാഹലങ്ങൾ പക്ഷേ യോഹന്നാനെ ബാധിച്ചില്ല. ബിലീവേഴ്സ് ചർച്ച് പടർന്നു പന്തലിക്കുകയും ചെയ്തു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും വെച്ച് ആളുകൾ 30ഓളം ബിഷപ്പുമാർ 10ഓളം രാജ്യങ്ങളിലായി 35 ലക്ഷത്തോളം വിശ്വാസികളുണ്ട് എന്നാണ് അവകാശവാദം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിൽ വൻ നിക്ഷേപമുണ്ട്. ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായി ഉള്ളത് 7000 ഏക്കറിൽ അധികം ഭൂമിയാണ്. ശബരിമല വിമാനത്താവളത്തിനെതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഇതിൽ ഒന്നാണ്. സംസ്ഥാനത്തിൽ മാത്രം 20,000 ഏക്കറിൽ അധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഒട്ടേറെ പരാതികളും കേസുകളും ബിലീവേഴ്സ് ചർച്ചിനും ഗോസ്പൽ ഏഷ്യയ്ക്കുമെതിരെ ഉയർന്നിട്ടുണ്ട്. വിദേശ സഹായം സ്വീകരിച്ചതിനെക്കുറിച്ച് ആയിരുന്നു കൂടുതൽ ആരോപണങ്ങളും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ അമേരിക്കയിലും കേസുണ്ട്. 37 ദശലക്ഷം ഡോളറുകളും നൽകി ഈ കേസുകൾ യോഹന്നാൻ ഒത്തുതീർപ്പാക്കി എന്നാണ് വിവരം. യോഹന്നാൻ്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചു എന്ന് 2012 പരാതി ഉയർന്നിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്ന് 1544 കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ അന്വേഷണം നടന്നില്ല. പക്ഷേ 2020 മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കും എതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്തുനിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചുവെന്ന് ആയിരുന്നു പരാതി. ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡുകളും നടത്തി 14.5 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് KP യോഹന്നാൻ്റെ മരണമുണ്ടായിരിക്കുന്നത്.